ട്രെയിന് വന്ന് ഇവിടെ എത്തിട്ടോ. ബൈ ബൈ, സീ യു, നിത കേരള റെഡി അവക്ക് കൊടുക്കണ്ടേ നിത. ലാസ്റ്റ് കുട്ടിക്ക് മാറി കിട്ടി. ലാസ്റ്റ് ട്രെയിൻ ഇവിടെ എത്തി. അപ്പോൾ നിത ഈ ട്രെയിനാണ് പോകാനുള്ളത്. ഇവിടെ കയറിക്കോ, ഇത് കയറിക്കോ. ഇവിടെയൊക്കെ തിരക്കാണല്ല. ഇതാ ഇതിലൊക്കെ കയറിക്കുന്നത്. വലൈക്കും സ്ലാം. അടുത്ത ആഴ്ച മാറ്റാന്നിട്ട് ആ ട്രെയിൻ പോകൽ തുടങ്ങി. അത് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ്. ഹായ് ഫ്രണ്ട്, അസ്സലാമു അലൈക്കും. രാവിലെ ഉണ്ടാവും ഇതിനെ പറഞ്ഞേക്കാണ്ട് ചെറിയ ടൈം കേട്ടോ. നിസ്കാരം കഴിഞ്ഞു. അപ്പോൾ ഇതിനെ പറഞ്ഞേക്കാൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ചായയൊക്കെ തിളച്ച് വന്നു. ചക്ക ഇരിയാനുള്ള പരിപാടിയാണ്. നമ്മൾ നിതയ്ക്ക് എറണാകുളത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഇന്നലെ വിഷുവിൻ്റെ ലീവിന് വന്നതായിരുന്നു. അപ്പോൾ അവൾക്ക് ചക്ക ഇരിഞ്ഞുകൊണ്ട് നമുക്ക് ഒന്ന് പാത്രത്തിലാക്കി കൊടുക്കല്ലേ. ഓക്കെ, അത് കഴിച്ച് നമ്മൾ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവിലൊന്നും കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല. വെളിച്ചെണ്ണ കടുകും മാത്രം ഇട്ടിട്ടുള്ളൂ. പെട്ടെന്നുള്ള പരിപാടിയാണ്. നമുക്കത് ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ അരിഞ്ഞ് ചെത്തി കഴിഞ്ഞിട്ടോ. അതിൻ്റെ ഇടയിൽ മാങ്ങ ചക്ക ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ചക്ക ഒക്കെ പാക്കാക്കിട്ടോ. ചക്ക പാക്കാക്കിയിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ്. നമ്മൾ ചായ കുടിച്ചു. അവിടെ കെട്ടിച്ചാണ് പോയിട്ടുണ്ട്. ഓക്കെ, എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ എണ്ണീച്ച് കണ്ടിരുന്നപ്പോൾ ടൈം 5:30 മണി. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കട്ടെ. ഞങ്ങൾ പോയിട്ടാ മക്കൾക്ക് കറക്റ്റ് ടൈമിൽ പോകണട്ടാ. അപ്പോൾ വിളിക്കും. ഓക്കെ, നിസ്കരിച്ചങ്ങാണ്ട് കിടന്നാളോ കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ഇത് ഗൈസ് നിത ഷൂട്ട് കൊടുക്കണ്ടാ. അപ്പോൾ അവളെ മുഖം കാണിക്കാതെ ഷോള് തലയിലില്ല. അപ്പോൾ അതുകൊണ്ട് അവളെ പകുതിയെ കാണിക്കണുള്ളൂ. അവിടെ എപ്പോഴും വേണ്ടല്ലോ എന്നെ. ലാസ്റ്റിക്ക് അംഗൻവാടി ഉണ്ട്. ഒന്നും ശരിയാക്കിയിട്ടില്ല. എന്നിട്ട് വെള്ളം കുടിച്ചാൽ ഇതൊക്കെ പച്ചവെള്ളം പോരും. പോവില്ലേ. ഓക്കെ, അത് ഗൈസ് നിത ബാഗൊക്കെ അവിടെ വെച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് വേണം അവൾ ബാഗൊക്കെ എടുത്ത് കൊണ്ടുവരാൻ. പാലത്തിങ്ങനാണ് വീട്. അപ്പോൾ അവിടെ പോയിട്ട് എടുത്ത് കൊണ്ടുവരാൻ. അഫിത ലിവിങ്ങിൽ തന്നെ ഇട്ടാ കിടന്നു തുടങ്ങിയത്. ഇന്നലെ പുതപ്പൊക്കെ കണ്ടില്ല. ഋഷിയുടെ സോഫിൽ തന്നെ ഇരുന്നുണ്ട്. ഇതിന് ടേബിളിലേക്കൊന്നും പോവാതെ. അത് അപ്പോഴേക്കും നമ്മുടെ വണ്ടീൻ്റെ ശബ്ദം കേട്ടപ്പോക്കിന് ലാസ്റ്റിക്കുട്ടിനെ ഉണർന്നപ്പോൾ ലാസ്റ്റിക്കുട്ടിനെ ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിത ആണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. നിത വേഗം വാ, ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് കൊടുത്താളേ. അതായത് ലാസ്റ്റിക്കൂടെ പെട്ടെന്ന് കിട്ടിയ ഡ്രസ്സൊക്കെ ഇട്ട് പോന്നിട്ടുണ്ട്. എന്നാൽ പോരെ ഇറങ്ങിക്ക് ചെരുപ്പിട്ടോ. നീച്ചു വന്നത് ഉമ്മ കുട്ടി വേഗം പോകുന്നില്ലടാ. ലൈറ്റ് അപ്പി ഓഫാക്കി കയറാൻ പോയിട്ട് രണ്ടാളും ആ പോകുന്നു. ഈ കേട്ടത് ഇതൊക്കെ ഭയങ്കര പേടിൻ്റെ. ഇപ്പോൾ ഇവിടെ കയറില്ല. അപ്പി ഋഷു ലാസ്റ്റൊക്കെ ഒപ്പം ഉണ്ട്. ഞങ്ങൾ ഇവിടെ വെച്ചാണ് പോകലുണ്ട്. പോക്ക് ഭയങ്കര പേടി. ഞാനിന്ന് മേലെ കയറട്ടാ. ഓക്കെ, ടൈം എന്തായി? 6 മണിയായ 5:30. ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓള് അനിയത്തിൻ്റെ വീട്ടിലാണ്. ഓള് ബാഗൊക്കെ ഇങ്ങോട്ടാണ് ഓള് നേരെ വന്നിട്ടുള്ളത്. അനിയത്തിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പാലത്തങ്ങ തന്നെയാണ്. ലാസ്റ്റ് കുട്ടി എന്താ ഉറങ്ങിയിട്ട് വല്ല നീച്ച് നടക്കുന്നുള്ളൂ കേട്ടോ. നല്ല മഴ ഇതിന്നില്ല. അപ്പോൾ ഇതോടെ വിലയൊക്കെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എന്താണ് എന്ത് വരുന്നതിന്? ആ നായ്ക്കൾ വരുന്നു, നായകൾ വരുന്നതിന് ഇനി വേഗം ഇത്തിരി വേഗം വാ. ഇതൊക്കെ ബാഗിലൊക്കെ ആക്കണ്ട നീ ഞാൻ നോക്ക് ഇങ്ങോട്ട് നിൽക്കല്ല പെട്ടെന്ന് ലഗേജൊക്കെ ഇട്ട് പോന്നിട്ടോ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരെ പോകുന്നത്. നമ്മളെ വണ്ടിയുടെ പാർക്കിങ് കേട്ടോ. അവിടെ പുറത്തേക്ക് പാർക്ക് ചെയ്തതിന് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ വന്നിട്ട്. അപ്പം നിത അതാ നടന്ന് പോകുന്നു. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടി കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ പോകാൻ നിൽക്കണം. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. നേരത്തെ എണീച്ച് ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. പോയിട്ടാണ് കിടന്ന് ഉറങ്ങാൻ. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരട്ടെ. എന്നാൽ റെയിൽപാളം കടന്നിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങിപ്പോകാൻ ഇപ്പം. നമ്മൾ ലാസ്റ്റിക്കട്ടനെ നിധി ഫ്രണ്ടൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലാണ് ഇറങ്ങി കയറാറുള്ളത്. അവിടെയാണ് തിരക്ക് കുറവുള്ളത്. റിസർവേഷൻ ചെയ്യാതെ പോവല്ലേ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നടന്ന് പോകാം കേട്ടോ. ടിക്കറ്റ് ഇതാ കയ്യിലുണ്ട്. കണ്ണൂർ നെല്ലൂർ ആലപ്പുഴ വരെ പോകുന്ന കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ എത്തിച്ചേരും. അപ്പം ഇതൊക്കെയുള്ള ट्रेन गाड़ी नंबर 1-3 आलपुरा एक्सप्रेस थोड़ी देर में प्लेटफॉर्म नंबर 2 पर आ रही है. നമ്മളെ സാബുകൊക്കെ വിളിക്കുന്ന ടൈമാണ് കേട്ടോ. വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. സാബുകൊക്കെ താടിയൊക്കെ നരച്ചിട്ട് ഇല്ല, താടി അടിച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഗൈസ് സാബുകൊക്കെ വിളിക്കുന്ന ടൈമാണ്. ലാസ്റ്റ് മുണ്ടണില്ല. ഫസ്റ്റ് ഫോൺ വിളിച്ചപ്പോ എന്നാ ഞങ്ങള് സ്റ്റേഷനിലാണ്. प्लेटफॉर्म नंबर 2 കാടുണ്ട് ചേട്ടാ. आ रही है. വരും ट्रेन नंबर 163 വരും. വലൈക്കും സ്ലാം. ഇവിടെ റെയിൽവേയിൽ പണി നടന്നുകൊണ്ട് കേട്ടോ. റെയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. प्लेटफॉर्म नंबर 1 एतिचेरुം. यात्रिगण कृपया ध्यान दें. ഇതിപ്പോ ഇങ്ങനെ കൂട്ടിയിട്ടാണ് ട്രെയിനിൽ ഇവിടെ അതറിയില്ല. ഞാൻ അതിലേക്ക് വരില്ല. വിളിച്ചു പറഞ്ഞു. ആ സ്ലീപ്പർ അത് സൂപ്പർ എന്ന് പറഞ്ഞിട്ടത്. ട്രെയിൻ വന്ന് ഇവിടെ എത്തിട്ടോ. ബൈ ബൈ, സീ യു. ഇതാ കേരള റെഡി അവക്ക് കൊടുക്കണ്ടേ. ഇതാ ലാസ്റ്റ് കുട്ടിക്ക് മാറി കിട്ടി. ലാസ്റ്റ് ട്രെയിൻ ഇവിടെ എത്തി. അപ്പോൾ ഈ ട്രെയിനാണ് പോകാനുള്ളത്. ഇവിടെ കയറിക്കോ, ഇത് കയറിക്കോ. ഇവിടെയൊക്കെ തിരക്കാണല്ല. ഇതാ ഇതിലെ കയറിക്കുന്നത്. വലൈക്കും സ്ലാം. അടുത്ത ആഴ്ച മാറ്റാങ്ങട്ടെ. ആ ട്രെയിൻ പോകൽ തുടങ്ങി. അത് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ്. ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ വരുമ്പം പണിക്കാരൊക്കെ എല്ലാം മാറി നിൽക്കുന്നുണ്ട്. ഒക്കെ മാറി നിൽക്കുക ട്രെയിൻ.
റെയിൽ പാളത്തിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുണ്ട്. ലാസിക്കിട്ടൊക്കെ പോയിട്ട് ടെൻഷൻ പോട്ടെ.